കഴിഞ്ഞ ദിവസം ഞാൻ ചീരച്ചേമ്പ് കൊണ്ടിട്ട് അതിൻ്റെ ഇല എടുത്തിട്ട് ഒരു മുട്ടത്തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ തണ്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു തണ്ട് വെച്ചിട്ട് ഞാനൊരു കറി ചെയ്യുന്നുണ്ട്, അത് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ ഈ ചേമ്പിൻ്റെ തണ്ട് വെച്ച്, അതായത് ചീരച്ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അതിനിടെ ഈ ചേമ്പിൻ തണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ നാരിങ്ങനെ കുറച്ചൊന്നും ഇങ്ങനെ കളഞ്ഞെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കഴുകി ഒന്നും കൂടി നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാമേ. ഇതുപോലെ ചെറിയ പീസായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് പരിപ്പിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേമ്പൻ തണ്ട് കുറവായത് കൊണ്ട് ഒരു അര ഗ്ലാസ് പരിപ്പ് കുക്കറിൽ ഒന്ന് കഴുകി കുക്കറിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഇപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പൻ തണ്ടും കൂടി ചേർത്തു, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും പാകത്തിന് ഉപ്പും ചേർത്ത് ചേമ്പിൻ തണ്ടിൻ്റെ അതേ അളവിൽ ഞാൻ വെള്ളവും കൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിലിനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പരിപ്പായാലും ചേമ്പിൻ തണ്ടായാലും വേവ് വളരെ കുറവാണ്, അതുകൊണ്ട് ഒരൊറ്റ വിസിൽ മതി കേട്ടോ. ചേമ്പിൻ തണ്ട് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഞാൻ അതിനായിട്ട് ഒരു ചെറിയ തേങ്ങയുടെ പകുതി തേങ്ങയായിട്ട് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവിന് ഇപ്പോൾ പച്ചമുളക് ചേർക്കുന്നില്ല, അതും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. തേങ്ങ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചേമ്പൻ തണ്ട് പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ട് ഇത് നമുക്കൊന്ന് കുറച്ചൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇങ്ങനെ ഉടച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിത് ഒരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ടേ. ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഇവിടെ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇതിലിപ്പോൾ പാകത്തിന് ഉപ്പ് പോരെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് തിളക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്നും തിള വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്കുള്ള താളിപ്പൊന്ന് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വളരെ കുറച്ച് കറിവേപ്പിലും ഒരു 2 ഉണക്കമുളകും ആട്ടോ. ഇനിയിപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാമേ. അങ്ങനെ നമ്മുടെ ചേമ്പൻ തണ്ട് ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇതുപോലെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി ഒന്ന് അറിയിക്കട്ടോ. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഒരു പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.